ശബരിമല കേസ്, ശബരിമല സ്വർണ്ണപ്പാളി കേസ് പ്രധാനമായിട്ടുള്ള അജണ്ടയായിട്ട് മുന്നോട്ട് വെച്ചാണ് ബി.ജെ.പി കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെ ചെറുക്കുന്നതിന് പാർട്ടി പരാജയപ്പെട്ടു. അതിൽ ഞങ്ങൾ ചെറുക്കേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ബി.ജെ.പി ഉൾപ്പെടെ ജയിച്ചത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമോ അല്ലെങ്കിൽ അവർ ഉയർത്തിയ വിശ്വാസ മുദ്രാവാക്യം കൊണ്ടല്ല. എങ്കിലും അവർ ഇതിലും എത്രയോ കൂടുതൽ ജയിക്കേണ്ടിയാണ് ബി.ജെ.പി ആണ് കള്ളപ്രചാരം നടത്തി. ഞാൻ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്ത് അവരത് പിൻവലിക്കേണ്ടെന്നല്ല വന്നത്. എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ പ്രചരണം നടത്തിയത് ഭരണഘടനാപരമായി തെറ്റാണ്. ആ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ പിന്നീട് അവർ അത് പറയുമ്പോഴേക്ക് ഈ കള്ളപ്രചാര വേലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കള്ളപ്രചാര വേല നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് ബി.ജെ.പിക്ക് ഉണ്ടായില്ല. എവിടെ ഒരു സ്ഥലത്തും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞതാണ്. 41 ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ ഇടയായത് അവിടെയുള്ള കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച സംഭവിക്കുന്ന നിലയിലുള്ള അവരുടെ പരോക്ഷമോ പ്രത്യക്ഷമോ ആയ ഐക്യനിര കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാം, 1000-ൽ കുറവായ വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അവിടെ.